ചതിച്ചല്ലോ സന്തോഷേട്ടാ, ചതിച്ചല്ലോ, പണി പാളിയല്ലോ എന്ന് പറഞ്ഞ് സുനീർ കാൻഡി അതിവേഗത്തിൽ പോയിക്കൊണ്ടിരുന്ന കാറിനെ ഹൈവേയുടെ സൈഡിലേക്ക് ചേർത്ത് സ്ലോ ആക്കി. പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് ഓടിച്ച് വണ്ടി കൊണ്ട് നിർത്തി. എനിക്കൊന്നും മനസ്സിലായില്ല ഇതെന്താ സംഭവിച്ചതെന്ന്. സുനീർ മിററിലൂടെ പുറകോട്ട് നോക്കി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പോലീസ് വണ്ടി പുറകിലുണ്ട്. ഞങ്ങൾ കാത്തിരുന്നു. തിരികെ കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് അടുത്തെത്തി. സുനീറിൻ്റെ സമീപത്ത് വന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ കുറേ നേരം സംസാരിച്ചു. കുറേയേറെ നേരം സുനീർ എന്തൊക്കെയോ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ നല്ല സ്ട്രോങ് ആയി കാര്യങ്ങൾ പറയുന്നു. ഒടുവിൽ സുനീർ പേഴ്സിൽ നിന്ന് 200 ദീനാർ എടുത്ത് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം സംസാരിച്ചു. ഒടുവിൽ അവർ പോയി. ഞാൻ സുനീറിനോട് ചോദിച്ചു, എന്തിനാ പൈസ കൊടുത്തേ? അപ്പോൾ സുനീർ പറഞ്ഞു, നമ്മൾ സ്പീഡ് ലിമിറ്റ് മറികടന്നു. നമ്മൾ ഇച്ചിരി ഓവർ സ്പീഡായിപ്പോയി. നമ്മൾ തിരക്കിട്ട് മറാക്കേഷിലെത്താനുള്ള വ്യഗ്രതയിലായിരുന്നല്ലോ. 200 ദിനാർ കൊടുത്തിട്ട് ഞാൻ അവരോട് രസീതാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, രസീത് വേണമെങ്കിൽ 400 ദിനാർ കൊടുക്കണം അത്രേ. അതിനാണ് അവരുമായിട്ട് ഞാൻ തർക്കിച്ചത്. ഏതായാലും മൊറോക്കോയിലും അഴിമതിയുണ്ടെന്നും പോലീസുകാർ കൈക്കൂലി വാങ്ങുന്നൊക്കെ ഒരു പുതിയ അറിവൂടെ കിട്ടി. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഹൈവേയിലൂടെ പോകുമ്പോൾ നേരെ മുന്നിൽ അങ്ങകലെ മഞ്ഞ് മൂടിയൊരു മലനിര കാണാം. അത് അറ്റ്ലസ് പർവ്വതനിരയാണ്. ആ അറ്റ്ലസ് പർവ്വതനിരയുടെ താഴ്വാരത്താണ് മറാക്കേഷ് എന്ന് പറയുന്ന ചരിത്ര നഗരം. അവിടേക്കാണ് ഞങ്ങൾക്ക് എത്തേണ്ടത്. ഇപ്പോൾ സമയം 4 മണിയാകുന്നു. റബാത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ട് ഏതാണ്ട് 3.5 മണിക്കൂറായിരിക്കുന്നു. ദീർഘമായ യാത്ര. ഒരിടത്ത് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഓടി നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു വലിയ നഗര കവാടം. ആ കവാടം കഴിയുന്നതോടുകൂടി നമ്മൾ മറാക്കേഷ് നഗരത്തിൻ്റെ പുതിയ ഭാഗങ്ങളിലേക്ക് എത്തുകയാണ്. ഒരു പിങ്ക് കളർ അല്ലെങ്കിൽ ഒരു കാവി കളറാണ് നഗരത്തിനാകെ. മണ്ണിൻ്റെ നിറമുള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്നു. നമ്മൾ രാജസ്ഥാനിലെ ജയ്പൂരിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെയാണ്. ഏതാണ്ട് അതേ രൂപത്തിലാണ്. അതിനകത്ത് സ്റ്റാർ ഹോട്ടലുകളുണ്ട്, കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളുണ്ട്, നിരവധി റെസ്റ്റോറൻറ്റുകളുണ്ട്. ഞാൻ സുനീറിനോട് പറഞ്ഞു, സുനീറെ, നമ്മുടെ ഹോട്ടൽ ഇവിടെ അടുത്ത് എവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അവിടെ നിന്ന് കയറിയിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് പോയാലോ? ഏതാ ഹോട്ടൽ? ഞാൻ പറഞ്ഞു, വില്ല അമീറ എന്നാണ് കാണിക്കുന്നത്. അത് ഓൾഡ് ടൗണിന് പുറത്താണ്. ഈ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ഞാൻ 2 മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുനീർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹോട്ടലിൽ പിന്നെ ചെക്ക് ഇൻ ചെയ്യാം. നേരെ ഇപ്പോൾ നമുക്ക് ഈ കാഴ്ചകളിലേക്ക് പോകാം. അതങ്ങ് തീർത്ത സമാധാനമുണ്ടല്ലോ. മറാക്കേഷ് എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ തെളിയുന്ന ഒരു ദൃശ്യമുണ്ട്, ഒരു ചിത്രമുണ്ട്. അത് കാണാനാണ് നമ്മൾ ആദ്യം പോകുന്നത്. അത് കുത്തുബിയ മോസ്ക് എന്ന് പറയും. കുത്തുബിയ മോസ്ക് മാത്രമല്ല, മോസ്കിനോട് ചേർന്ന് വലിയൊരു മിനാരമുണ്ട്. അതാണ് ഒരു ലാൻഡ്മാർക്ക് നിർമ്മിതി. 77 മീറ്റർ ഉയരമുള്ള ഒരു ഗോപുരം. ഗൂഗിൾ മാപ്പ് ഞങ്ങളെ കൊണ്ടുപോയി എത്തിച്ചത് ഈ കുത്തുബിയ മോസ്കിൻ്റെ പുറകിലാണ്. അതിൻ്റെ പിൻഭാഗത്തെ ഒരു പാർക്കിംഗ് ഏരിയയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ആ മോസ്കിലേക്ക് കയറാൻ വഴിയൊന്നുമില്ല. വണ്ടി അവിടെ നിർത്തി. ഈ മോസ്കിൻ്റെ കോമ്പൗണ്ടിൻ്റെ മതിൽ ചേർന്നൊരു വഴിയുണ്ട്. അതിലൂടെ നടന്നാൽ ഈ മോസ്കിൻ്റെ മുൻഭാഗത്തേക്ക് എത്താമെന്ന് അവിടെ വഴിയോരത്ത് കച്ചവടം നടത്തുന്ന ഒരാൾ പറഞ്ഞു തന്നു. അപ്പോൾ സുനീർ പറഞ്ഞു, ഞങ്ങളിവിടെ നിന്നോളാം, ഞങ്ങൾക്ക് കുറച്ച് ജോലിയുണ്ട്, അപ്പോൾ അത് ഷൂട്ട് ചെയ്തിട്ട് വന്നോളൂ. അപ്പോൾ ഞാൻ നടക്കുകയാണ്. അപ്പോൾ ഈ നടക്കുമ്പോൾ ഈ നടക്കുന്ന വഴിയിലെല്ലാം നിലത്ത് നിരവധി കരകൗശല വസ്തുക്കളും ആർട്ടിഫാക്ട്സും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മളെ വിളിക്കും. ഒത്തിരി രസകരമായ സാധനങ്ങളാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് നേരമില്ല. ഞാൻ ധൃതി പിടിച്ച് അങ്ങോട്ട് നടന്നു. അതിൻ്റെ മുൻഭാഗത്തേക്ക് എത്തുന്നു. മുൻഭാഗത്തെത്തുമ്പോൾ വലിയൊരു സ്ക്വയറാണ്. ശരിക്കും അവിടെയായിരുന്നു നമ്മൾ വന്ന് നിൽക്കേണ്ടതെന്ന് മനസ്സിലായി. അവിടെ നിൽക്കുമ്പോൾ മനോഹരമായൊരു കാഴ്ചയാണ് ഈ മോസ്കിൻ്റേത്. മോസ്കിനേക്കാൾ ഈ മിനാരത്തിൻ്റെ കാഴ്ച. 77 മീറ്റർ ഉയരത്തിൽ ഒരു ചതുരാകൃതിയിൽ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന വലിയൊരു മിനാരം. പക്ഷേ ഈ മോസ്കിനകത്തേക്ക് കയറാൻ ചെല്ലുമ്പോൾ അവിടെ വാതിലടഞ്ഞാണ് കിടക്കുന്നത്. അതിന് മുമ്പിൽ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, ഇത് എപ്പോൾ തുറക്കും? അത് തുറക്കുകയല്ലേ? അപ്പോൾ അവർ പറഞ്ഞു, തുറക്കും, ഉടനെ തുറക്കും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇത് അടിച്ചു വരുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അവർ ചൂലൊക്കെ ആയിട്ട് വന്ന് മുറ്റമൊക്കെ അടിച്ചു വരുന്നുണ്ട്. മൊറോക്കൻ ദേശീയ പതാക വലിയൊരു വിൽപ്പന വസ്തു വന്ന് എനിക്ക് മനസ്സിലായി. അത് വിൽക്കാൻ വരുന്ന ആളുകൾ, അവരുടെ ഒപ്പം നടക്കുന്ന കുട്ടികൾ, ഇവരെയൊക്കെ പകർത്തി അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അതാ ആ വാതിൽ തുറക്കുന്നു. ഞാൻ ചെന്നു. ആ തുറന്ന ആളോട് ഞാൻ ചെന്ന് ചോദിച്ചു, എനിക്കിതിനകത്ത് കയറാമോ? പിന്നെന്താ, നിങ്ങൾക്ക് കയറാം, ക്യാമറയായിട്ട് കയറാമോ? ഓ, ധൈര്യമായിട്ട് കയറിക്കോളൂ. അങ്ങനെ ഞാനും ക്യാമറയായിട്ട് ഇതിനകത്തേക്ക് കയറി. ഇതിനകത്ത് കയറുമ്പോൾ അതിവിശാലമായൊരു മോസ്കാണ്. പരവതാനി വിരിച്ചിട്ടിരിക്കുന്നു. അതിൽ നിരയൊപ്പിച്ച് തൂണുകൾ, ആർച്ചുകൾ, 17 നിരകളായിട്ടാണ് ഈ തൂണുകൾ. 100-ലേറെ തൂണുകളുടെ നീണ്ടൊരു നിര. 1195 ഈ കുത്തുബിയ മോസ്ക് പണിയുന്നത്. ഈ കുത്തുബിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം പുസ്തകക്കാരനാണ്, പുസ്തക കച്ചവടക്കാരനാണ്. അതെങ്ങനെയാണ് ഈ മോസ്കിന് പേര് വന്നതെന്നുള്ളത് രസകരമായൊരു കഥയാണ്.
ഈ മോസ്കിന് ചുറ്റും ഒരു കാലത്ത് നിരവധി പുസ്തക കച്ചവടക്കാരുണ്ടായിരുന്നു. പുസ്തക കച്ചവടക്കാരുടെ നിരവധി കടകൾ ഇതിന് ചുറ്റുമുണ്ടായിരുന്നു. അങ്ങനെയാണ് പുസ്തക കച്ചവടക്കാരുടെ മോസ്ക് എന്ന അർത്ഥം വരുന്ന കുത്തുബിയ മോസ്ക് എന്നതിന് പേര് വരുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി ഈ മിനാരത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തി തിരിച്ചു നടന്നു. കാരണം സമയമില്ല. നേരെ ഇരുട്ടുന്നതിന് മുമ്പ് ഈ നഗരത്തിൽ വേറെ ചില കാഴ്ചകളൊക്കെ കാണണം. തിരികെ നടന്ന് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് എത്തുമ്പോൾ സുനീർ ഒരാളുമായിട്ട്, ഒരു കച്ചവടക്കാരനുമായിട്ട് വലിയ വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുക. ഈ കച്ചവടക്കാരൻ അവിടെ വിൽക്കുന്നത് മുഴുവൻ പുരാവസ്തുക്കളാണ്. പഴയ വീട്ടുപകരണങ്ങൾ, പ്ലേറ്റുകൾ, പലതരം വാച്ചുകൾ, ക്ലോക്കുകൾ, പലതരം കൗതുക വസ്തുക്കൾ, ശില്പങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ വിൽക്കുകയാണ്. അപ്പോൾ സുനീർ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വില ചോദിക്കുന്നുണ്ട്. ഇവനുമായിട്ട് എന്തൊക്കെയോ വാദപ്രതിവാദം നടത്തുന്നു. ഒടുവിൽ ഞാൻ ചോദിച്ചത് എന്താ സംസാരിക്കുന്നത്? അപ്പം സുനീർ പറയുന്നു, ഇവൻ പറയുന്നത് ഇത് 150 വർഷം പഴക്കമുള്ളതാണ്, ഇത് 200 വർഷം പഴക്കമുള്ളതാണെന്നൊക്കെയാണ്. എനിക്ക് നോക്കിയിട്ട് ഈ പല കമ്പനികൾ ഈ 150 വർഷം മുമ്പൊന്നും ഇല്ല. അപ്പോൾ ഇവനുമായിട്ട് തർക്കിക്കുക ചെയ്തത്. അപ്പോൾ എനിക്കും ഇതിനകത്തെ ചില സാധനങ്ങൾ അത്ര പഴയതൊന്നും അല്ലെന്ന് മനസ്സിലായി. ഒടുവിൽ ഇവൻ സുനീറിൻ്റെ തോളെ കൈയിട്ടിട്ട് ഇത്തിരി അങ്ങ് മാറി നിന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞാനും കൂടെ ചെന്നു, സഹോദര ഉപദ്രവിക്കരുത്, ഇത് പഴയതൊന്നുമല്ല, ഞങ്ങൾക്ക് ഈ പുതിയതിനെ പഴയതാക്കുന്ന ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കതിൽ കൗതുകമായി. ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അതെല്ലാം ഒന്നും പറഞ്ഞു തരാൻ പറ്റിയല്ല. ഇപ്പോൾ മെറ്റൽ കൊണ്ടുള്ള ഉപകരണങ്ങളാണെങ്കിൽ പുതിയത് മേടിക്കും ഞങ്ങൾ. എന്നിട്ട് അതിൽ പല കോട്ട് പെയിൻ്റ് അടിക്കും. ആദ്യം ഇച്ചിരി ഡാർക്ക് പെയിൻ്റ് അടിക്കും, പിന്നെ പച്ച പോലത്തെ പെയിൻ്റ് അടിക്കും. എന്നിട്ട് ഞങ്ങൾ തുണി കൊണ്ടത് റബ്ബ് ചെയ്യുമ്പം ഇതിൻ്റെ വക്കിലും മൂലയിലും ഒക്കെ പറ്റിപ്പിടിച്ച പെയിൻറ്റ് പോവില്ല, കറുത്ത പെയിൻറ്റ് അല്ലെങ്കിൽ ചെറിയ പച്ച പെയിൻറ്റ്. ആ ബാക്കി ഉയർന്നു നിൽക്കുന്ന പ്രതലത്തിലെയൊക്കെ പെയിൻ്റ് അങ്ങ് പോവും, തിളങ്ങുന്ന ഭാഗം വരും. ബാക്കിയുള്ളത് പെയിൻറ്റ് പറ്റിപ്പിടിച്ചിരിക്കും. അത് ഇങ്ങനെ പല ലെയറിൽ പെയിൻറ്റുകൾ ഇങ്ങനെ അടിച്ച് തുടച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ നിങ്ങൾ കാണുമ്പോൾ ഈ പച്ച പെയിൻറ്റ് അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കുന്നത് ക്ലാവ് പിടിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഈ കറുത്ത പെയിൻറ്റ് ഒക്കെ പഴയതിൻ്റെ ഒരു സൂചന നൽകും. തടിയാണെങ്കിൽ ഞങ്ങളതേ കുറേ ആണിയൊക്കെ അടിക്കും, കുറേ പണി ചെയ്യും, പിന്നെ കുറച്ച് മണ്ണ് പുരട്ടി കുറേ നാൾ വെക്കും, അത് കഴിഞ്ഞ് മണ്ണ് കഴുകിയെടുക്കും. ഇങ്ങനെ കുറേ ടെക്നിക്കുണ്ട്. എല്ലാം ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ സുനീർ പറഞ്ഞു, ശരി നീ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞ് നന്നായി എന്ന് പറഞ്ഞ് അവനൊരു ചെറിയ ടിപ്പ് കൊടുത്തു. ടിപ്പും കൊടുത്ത് ഇങ്ങനെ പോരാൻ തുടങ്ങുമ്പോൾ ഇവന് ഞങ്ങളെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഇതാരോടും പറയരുത്, ഞങ്ങൾ ഉറപ്പ് കൊടുത്ത് ആരോടും പറയല. ഈ നിമിഷം വരെ ഞാൻ ഇതാരോടും പറഞ്ഞിട്ടില്ല, പ്രേക്ഷകരും ഇതാരോടും പറയാതിരുന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കാറെ കയറുന്നു, വീണ്ടും യാത്രയാവുന്നു. അടുത്ത സ്ഥലം ഏതാ സുനീർ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാദിയൻ ടൂംസ്. അപ്പോൾ ഗൂഗിളിലിട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കൃത്യം 5 മണിക്ക് സാദിയൻ ടൂംസ് അടയ്ക്കും. ഇനി ഒരു 10-11 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് അവിടെ എത്താം. സുനീർ വണ്ടി വിടുക എന്ന് പറഞ്ഞാൽ ഇപ്പം നഗരത്തിൻ്റെ കോട്ടമതിലിനകത്ത് കയറിയിട്ടില്ല. മദീന എന്ന് പറയുന്ന കോട്ടയ്ക്കകത്താണ് ഈ സാദിയൻ ടൂംസ്. ഈ സാദിയൻ ടൂംസ് എന്ന് പറയുന്നത് സാദിയൻ രാജവംശത്തിൻ്റെ ഖബറിടങ്ങളാണ്. രാജവംശത്തിൽ ഏതാണ്ട് 53 പേരെ സംസ്കരിച്ചിരിക്കുന്ന ഖബറിടങ്ങൾ. വെറും ഖബറിടങ്ങളല്ല, അതിനുവേണ്ടി അവർ പണിതിരിക്കുന്ന നിർമ്മിതികൾ, അതിൻ്റെ ഗംഭീരമായ കെട്ടിടങ്ങൾ, ഈ കുടുംബാംഗങ്ങളെയൊക്കെ സംസ്കരിച്ചിരിക്കുന്ന കല്ലറകൾക്ക് മുകളിൽ പണിത് വെച്ചിരിക്കുന്ന മനോഹരമായ ടൂമ്പുകളുടെ ശില്പവിദ്യ, ഇതെല്ലാം കൂടെ ചേർന്ന് അതിഗംഭീരമാണ്. ഇത് കാണാൻ ധാരാളം ടൂറിസ്റ്റുകൾ വരും. ഈ കോട്ടമതിൽ കടന്നു മദീനയ്ക്കകത്തേക്ക് കയറി ഓടുമ്പം ഗൂഗിളിങ്ങനെ വഴി കാണിക്കുന്നുണ്ട്, അങ്ങനെ ഓടുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ കറങ്ങിയ വൺ വേ ആണ് പലയിടത്തും. അപ്പോൾ ഇങ്ങനെ കുറേ പോയി പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഈ ഗൂഗിള് ചില സമയത്ത് പറയും നിങ്ങളിപ്പോൾ 800 മീറ്റർ അടുത്താണെന്ന് കാണിക്കും. കുറേ ദൂരം കൂടെ ഓടിക്കഴിയുമ്പോഴത്തേക്കും അവൻ പറയും നിങ്ങളിപ്പോൾ 400 മീറ്റർ അടുത്താണ്. വീണ്ടും കുറച്ചുകൂടി ഓടി 2 വളവൂടെ തിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഗൂഗിൾ പറയും നിങ്ങളിപ്പോൾ 1 കിലോമീറ്റർ അടുത്താണ്. ചേട്ടാ ഇതെന്ത് സംഭവിച്ചു? തിരിച്ച് പുറകോട്ട് പോകാനായിട്ട് പറ്റുകയില്ല, വൺ വേ ആണ്. വീണ്ടും ഈ ഗൂഗിൾ കാണിക്കുന്ന വഴിയിലൂടെയാണ് പോകുന്നത്. വീണ്ടും കുറച്ച് ഓടിക്കുമ്പോഴത്തേക്കും വളരെ അടുത്താണെന്ന് കാണിക്കും, കുറച്ച് ദൂരം ഓടിക്കുമ്പോഴത്തേക്കും അകലെയാണെന്ന് കാണിക്കും. ഇങ്ങനെ ഞങ്ങളിങ്ങനെ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മുമ്പിലൊരു കുതിരവണ്ടി പ്രത്യക്ഷപ്പെട്ടു. ഈ കുതിരവണ്ടിക്ക് ഒരു സ്പീഡുണ്ടല്ലോ, അവനെ ഹോണടിച്ചിട്ടൊന്നും കാര്യമില്ല, അവനെങ്ങോട്ട് മാറ്റി നിർത്താനും പറ്റില്ല. ഇടുങ്ങിയ തെരുവുകളാണ്. മദീന എന്ന് പറയുന്നത് നമുക്കറിയാം പുരാതന നഗരഭാഗമാണ്. അതിൻ്റെ വശങ്ങളിൽ മുഴുവൻ പലവിധ കച്ചവടക്കാരുടെ പീടികകളാണ്. ഒരു വണ്ടി എതിരെ വന്നാൽ പോകാൻ വഴിയില്ലാത്തത് കൊണ്ടാണ് ഈ വൺ വേ ആക്കിയിരിക്കുന്നത്. മുമ്പിലൊരു കുതിരക്കാരനോടെ പെട്ടു. അപ്പോഴത്തേക്കും സമയം കുറഞ്ഞ് വരികയാണ്. ഇനി ഏകദേശം ഒരു 3 മിനിറ്റ് കൂടെ ഉള്ളൂ. എങ്ങനെയും അവിടെ എത്തിയേ പറ്റുള്ളൂ. കുറേ ഓടിക്കഴിഞ്ഞ് നിങ്ങൾ ഇനി 200 മീറ്ററും കൂടെ ഉള്ളൂ എന്ന് കാണുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു സുനീറെ വണ്ടി ഇവിടെ നിർത്ത്, ഞാൻ ഏതെങ്കിലും കടക്കാരനോട് ചോദിക്കാം, നിങ്ങൾ വണ്ടിക്കകത്തിരുന്നു എവിടെയെങ്കിലും സൗകര്യം പോലെ പാർക്ക് ചെയ്യുക, ഒരു കാര്യം ചെയ്തോളൂ, റിസ്വാനും കൂടെ എൻ്റെ ഇടവാ. അപ്പോൾ സുനീർ പറഞ്ഞു അതാ ബുദ്ധി, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങി.
അപ്പോൾ അവിടെ ഒരു കടക്കാരനോട് റിസ്വാൻ ചെന്ന് ചോദിച്ചു, ഇതെവിടെയാണ് ഈ സാദിയൻ ടൂംസിലേക്കുള്ള എൻട്രൻസ്? അപ്പോൾ അയാൾ പറഞ്ഞു, ഇങ്ങനെ പോയിട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ച് അങ്ങ് പോയാൽ മതി. അങ്ങനെ ചെന്നു, പറഞ്ഞ വഴിയിലൂടെ എല്ലാം ഓടി, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു, വീണ്ടും ഓടി. അപ്പോഴത്തേക്ക് സമയം കുറഞ്ഞു വരികയാണ്. അങ്ങനെ ഓടി വേറൊരു ഭാഗത്ത് ചെല്ലുമ്പോഴത്തേക്കും വലിയൊരു കവാടം. അപ്പോൾ അതാണ് സാദിയൻ ടൂംസിൻ്റെ കവാടം. പക്ഷേ ആ കവാടം കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകുന്ന നേരെ ഒരു പാതയാണ്. ആ പാതയുടെ അങ്ങേയറ്റത്ത് വേറൊരു പടിപ്പുര പോലെയുണ്ട്. മുമ്പിൽ എത്തിയിരിക്കുന്നു, തുറന്നാണ് കിടക്കുന്നത്. അങ്ങനെ ഓടി ഈ പടിപ്പുരയുടെ തൊട്ട് മുമ്പിലെത്തുന്നു. ഒരു 10 അടി മാത്രം അടുത്തെത്തുമ്പോഴത്തേക്കും ആ പടിപ്പുരയുടെ വാതിൽ ടക്ക് എന്ന് പറഞ്ഞ് അടയാണ്. ഞാൻ ഓടിച്ചെന്നു. ആ വാതിൽ പലതവണ മുട്ടി, ഇടിച്ചു. ഞാൻ ചുറ്റും നോക്കി. അപ്പോൾ അവിടെ ചില കടക്കാരുണ്ട്. അവർ പറഞ്ഞു, അത് തുറക്കുകയില്ല, രാവിലെ വാന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും മുട്ടി നോക്കി, ഇല്ല. കറക്റ്റ് 5 മണി എന്ന് പറഞ്ഞ 5 മണിക്ക് അവരടച്ചിരിക്കുന്നു. ഈ ഓട്ടോ എല്ലാം ഓടിയത് വെറുതെയായി. വലിയ നിരാശയായിപ്പോയി. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഞാൻ വിചാരിച്ചു, എന്നാൽ നാളെ രാവിലെ ഒന്നുകൂടെ വരാം. നാളെ രാവിലെ അറ്റ്ലസ് കൊടുമുടിയുടെ മുകളിലേക്കൊക്കെ പോകാനുള്ളതാണ്. എന്നാലും വേണ്ടില്ല, രാവിലെ വീണ്ടും വരാം, അല്ല ഇപ്പോൾ വേറെ വഴിയില്ല. നിരാശയോടെ തിരിച്ചു നടന്നു. തിരിച്ച് ചെല്ലുമ്പോൾ സുനീർ ആ പ്രധാന ആർച്ച് കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ മുമ്പിൽ വണ്ടിയായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും സാദിയൻ ടൂംബ് ഇന്ന് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ സുനീറിനോട് ചോദിച്ചു, നമുക്കെന്നാൽ പോയി ഈ ഹോട്ടലിൽ കൊണ്ടുപോയി ബാഗൊക്കെ വെച്ച് ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് വൈകുന്നേരത്തെ കാഴ്ചകളല്ലേ, സന്ധ്യ ഭയങ്കരമുള്ള കാഴ്ചകളല്ലേ, വിശക്കുന്നുണ്ട്, നമ്മൾ ഉച്ചഭക്ഷണവും കഴിച്ചിട്ടില്ലല്ലോ, കഴിച്ചിട്ടായാലോ? അപ്പോൾ സുനീർ പറഞ്ഞു, വേണ്ട, നല്ല വിശപ്പുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് നമ്മൾ ഇനി പോകുന്ന ടൗൺ സ്ക്വയറുണ്ട്, ആ ഓൾഡ് ടൗണിലെ സ്ക്വയറുണ്ട്, അവിടെ ചിലപ്പോൾ നല്ല ഭക്ഷണം കിട്ടും, അവിടെ നിന്ന് കഴിക്കാം, ബാഗ് വണ്ടിക്കകത്തിരിക്കട്ടെ. ഇനി അടുത്ത സ്ഥലം ഏതാ? അപ്പോൾ ഞാൻ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, മദ്രസ ബിൻ യൂസഫ്. അതൊരു വലിയ കാഴ്ചയാണ്. അതായത് നമ്മളൊരു നഗരത്തിൽ ചെന്നാൽ അവിടെ നമ്മളൊരു ടൂറിസ്റ്റ് എന്ന നിലയിലോ ചരിത്രാന്വേഷി എന്ന നിലയിലോ ആ നാടിൻ്റെ കഥ പഠിക്കാൻ ചെല്ലുന്ന ഒരാളെന്ന നിലയിലോ മിസ് ചെയ്യാൻ പാടില്ലാത്ത ചില ചരിത്ര നിർമ്മിതികളുണ്ട്. അതെന്തുകൊണ്ടാണ് ഇത്തരം കെട്ടിടങ്ങളും ചരിത്ര നിർമ്മിതികളും കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ചരിത്രാന്വേഷിക്ക് ആ നാടിൻ്റെ പാരമ്പര്യം, പൗരാണികത, അവർ വന്ന വഴിയുടെ കഥകൾ, ആ സമൂഹത്തിൻ്റെ ജീവിതം, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ പാരമ്പര്യം പേറുന്ന ചരിത്ര നിർമ്മിതികൾ കാണണം. അപ്പം മദ്രസ ബിൻ യൂസഫ് എന്ന് പറയുന്നത് ഒരു കാലത്ത് അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൊറോക്കോക്കാർ എങ്ങനെ വിദ്യാഭ്യാസം നയിച്ചിരുന്നു, എങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കുകയും കൂടെ വേണം. നമുക്ക് വേണമെങ്കിൽ ഫുഡ് സ്ട്രീറ്റുകളിലേക്ക് പോയി, അല്ലെങ്കിൽ ആഘോഷ കേന്ദ്രങ്ങളിലേക്ക് പോയി, അല്ലെങ്കിൽ നൈറ്റ് ലൈഫ് കാണാൻ പോയി രസകരമായ ദൃശ്യങ്ങൾ കൊണ്ട് സഞ്ചാരത്തെ നിറയ്ക്കാം. പക്ഷെ അതുപോരാ, വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ സഞ്ചാരത്തിൻ്റെ പെൻഡ്രൈവുകളും അതിൻ്റെ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോകളും പഠനത്തിനും ഗവേഷണത്തിനും ഉപയോഗിക്കുന്ന വലിയൊരു ശതമാനം ആളുകളുണ്ട്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു പ്രധാന കണ്ടൻറ്റ് എന്ന് പറയുന്നത് സഞ്ചാരവും സഫാരി ടി വിയിലെ പല പരിപാടികളുമാണെന്ന് ഈ സിവിൽ സർവീസ് അക്കാഡമികൾ നടത്തുന്നവരെല്ലാം നമ്മുടെ അടുത്ത് പറയാറുണ്ട്. കാരണം അവർ നിർബന്ധപൂർവ്വം കാണണമെന്ന് അവരുടെ വിദ്യാർത്ഥികളെ ഉപദേശിക്കുന്നത് സഫാരിയിലെ കണ്ടൻറ്റും പ്രത്യേകിച്ച് സഞ്ചാരമാണത്രേ. അപ്പോൾ ഇത്തരത്തിൽ ഗൗരവമായൊരു കണ്ടൻറ്റ് പ്രതീക്ഷിക്കുന്ന യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന്, റിസർച്ച് ചെയ്യുന്നവർക്ക്, വിദ്യാർത്ഥികൾക്ക്, കൂടാതെ സമൂഹത്തിലെ ഏറ്റവും പണ്ഡിതരായ ആളുകൾക്ക് ഒക്കെ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു പരിപാടിയാകുമ്പോൾ ആ നാട്ടിലെ ചരിത്രത്തിലേക്കൂടെ നമ്മൾ സഞ്ചരിച്ചേ പറ്റൂ. അല്ലാതെ നമുക്കിഷ്ടപ്പെടുന്ന രസകരമാകുന്ന വ്യൂവർഷിപ്പും റീച്ചും കൂടുതൽ കിട്ടുന്ന പരിപാടികൾ മാത്രം പോരാ. അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധപൂർവ്വം ഇത്തരം ചരിത്ര സ്ഥലങ്ങളും കൂടെ കവർ ചെയ്യുന്നത്. ചില ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ പഴയ കെട്ടിടങ്ങളൊക്കെ കാണിക്കുന്നത്, സഞ്ചാരത്തിൽ ഈ പഴയ കോട്ടകൾ എന്തിനാണ് കാണിക്കുന്നത്, എന്തിനാണ് ഒത്തിരി ചരിത്രം പറയുന്നതെന്ന്. ചരിത്രമാണ് മനുഷ്യൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൻ്റെ ഇന്ധനം. അപ്പോൾ ചരിത്രം ഒരു യാത്രയുടെ സുപ്രധാനമായൊരു ഭാഗമാണ്. സഫാരി ചാനൽ തന്നെ ചരിത്രത്തിനും യാത്രകൾക്കും വേണ്ടിയുള്ള ചാനലാണ്. അതിൻ്റെ പ്രധാന കണ്ടൻറ്റ് മുഴുവൻ അതാണ്. അപ്പോൾ ഏതായാലും അടുത്തത് മദ്രസ ബിൻ യൂസഫ് കണ്ടേ പറ്റൂ. അതിൻ്റെ കഥകളിലേക്ക് പോകണം. അവിടെ ഇതാണ് പ്രശ്നം. ഗൂഗിൾ മാപ്പ് ഇട്ടു, ഇവന് ഇത്തരത്തിലുള്ള ഇടുങ്ങിയ വഴികളിലൂടെയാണ് കൊണ്ടുപോകുന്നത്. കുറേ ദൂരം പോയി ഇടുങ്ങിയ വഴികൾ കൂടുതൽ ഇടുങ്ങി വരുന്നു. ഇടയ്ക്ക് വഴിതെറ്റിച്ച് ചില ചരക്ക് വണ്ടികൾ, ഈ പിക്കപ്പ് വണ്ടികളും ഒക്കെ എതിരെ വരുന്നു. കഴുത വണ്ടികളുണ്ട്, കുതിര വണ്ടികളുണ്ട്. ഇതിനെയൊക്കെ കടന്ന് ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും വഴിയുടെ നടുക്ക് ഇങ്ങനെ കുറ്റികൾ നാട്ടിയിരിക്കുക. അവിടം വരെ പോകാൻ പറ്റുള്ളൂ. വണ്ടി അവിടെ നിർത്തി. ഞാനും റിസ്വാനും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. സുനീർ അവിടെ കടന്നോളാമെന്ന് പറഞ്ഞു. ഒരു കടക്കാരനോട് ചോദിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞു, വണ്ടി അങ്ങ് പോവില്ല, നിങ്ങൾ നടന്നു തന്നെ പോകണം. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഉണ്ട്. നടന്നു. ഈ നടക്കുന്ന വഴിയുടെ 2 വശവും സുവനീർ കടകളാണ്. സുവനീർ എന്താണെന്ന് ചിലർ സംശയം പ്രകടിപ്പിക്കുക. അതായത് ഒരു നാട്ടിൽ ചെന്നാൽ ആ നാടിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി നമ്മൾ വാങ്ങുന്ന കരകൗശല വസ്തുക്കളോ ഗിഫ്റ്റ് ഐറ്റംസോ കാണാൻ ഭംഗിയുള്ള വീടിനെ അലങ്കരിക്കാവുന്ന വസ്തുക്കളൊക്കെയാണ് ഈ സുവനീർ എന്ന് പറയുന്നത്. കുറേ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു വലിയൊരു ലൈബ്രറി മന്ദിരമുണ്ട്. ചരിത്രമുള്ളൊരു കെട്ടിടമാണ്. ഈ മദ്രസ ബിൻ യൂസഫിൻ്റെ ഭാഗമായിട്ടൊരു കാലത്ത് പ്രവർത്തിച്ചിരുന്നതാണ്. മദ്രസ ബിൻ യൂസഫിനകത്ത് ചെന്ന് കയറുന്നു.
അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ചില എപ്പിസോഡുകൾക്ക് മുമ്പിൽ പറഞ്ഞ ചില മദ്രസകൾ ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ പറഞ്ഞത്, ഏതാണ്ട് അതിന് സമാനമാണ്. ദേവദാരു മരം കൊണ്ടാണ് അതിൻ്റെ മച്ചും ചുവരുകളെല്ലാം പണിതിരിക്കുന്നത്. നിറയെ കുത്തുപണികൾ, അത്ഭുതകരമായ നിർമ്മിതി. ഒരു യൂണിവേഴ്സിറ്റി പണിയാൻ ഇത്രയേറെ കലാബോധത്തോടെ ഇത്രയേറെ ഒരു കൊത്തുപണികളൊക്കെ ഉള്ള ഒരു കെട്ടിടമാക്കി പണിയേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഇത്രയും നൂറ്റാണ്ടുകൾക്ക് ശേഷവും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് സഞ്ചാരികൾ അത് കാണാൻ അവിടെ എത്തുന്നത്. അവർ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്നത്. ഞങ്ങൾ അകത്ത് കയറി, ധാരാളം ടൂറിസ്റ്റുകൾ അതിനകത്തുണ്ട്. കയറി ചെല്ലുന്ന ഒരു നടുമുറ്റത്തേക്കാണ്. നടുമുറ്റത്തിൻ്റെ നടുക്കൊരു ഫൗണ്ടനുണ്ട്, ചെറിയൊരു കുളമുണ്ട്, മുകളിലൊരു നിലയുണ്ട്. ആ നിലയിലെ നിലയിലെ ഓരോ മുറികളിൽ നിന്നുള്ള കിളിവാതിലുകൾ ഈ നടുമുറ്റത്തേക്ക് തുറക്കുന്നുണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി അങ്ങോട്ടാണ്. ഞാൻ പറഞ്ഞു ജമാഫിന സ്ക്വയർ. ജമാഫിന സ്ക്വയറാണ് ഈ മറാക്കേഷ് നഗരത്തിലെ ഏറ്റവും പ്രധാന ടൂറിസ്റ്റ് ആകർഷണം. ജമാഫിന എന്ന് പറയുന്നത് ഒരു വലിയ മൈതാനമാണ്. ഈ മൈതാനത്ത് രാത്രിയാകുന്നതോടുകൂടി ആൾക്കാർ വന്ന് നിറയും. ആ സമയത്ത് സർവ്വവിധ കലാകാരന്മാരും പാചക വിദഗ്ധരും പെർഫോമേഴ്സും വന്നങ്ങ് നിറയും. ഈ നാട്ടുകാർ, അത് ബർബർ ഗോത്രക്കാരുടെ പാമ്പാട്ടികൾ, അതുപോലെ വെള്ളം വിൽക്കുന്ന ആചാരവേഷം ധരിച്ച ആളുകൾ, ചെണ്ടകൊട്ടുകാർ, പാട്ടുകാർ, ഇതൊക്കെ നിറയും. ഇങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അവിടെ ആയിരിക്കണം ഇന്ന് വൈകുന്നേരം. തന്നെയല്ല, ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയത്തില്ല, ഒരു പ്രദേശം, ഈ മൈതാനത്തിൻ്റെ ഒരു പ്രദേശം മുഴുവൻ നൂറുകണക്കിന് റെസ്റ്റോറൻറ്റുകളാണ്. റെസ്റ്റോറൻ്റ് എന്ന് പറയത്തില്ല, താൽക്കാലിക റെസ്റ്റോറൻറ്റുകൾ എന്ന് വേണേൽ പറയാം. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങോട്ട് വണ്ടി വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ പോവുകയാണ്. പോയി ഈ ജമാഫിന സ്ക്വയറിൻ്റെ സമീപത്തേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ഭാഗത്തെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ വണ്ടി പാർക്ക് ചെയ്തു. കുറച്ച് നേരത്തെയാണ് എങ്കിലും ഞങ്ങൾ ജമാഫിന സ്ക്വയറിലേക്ക് നടക്കുകയാണ്. ജമാഫിന സ്ക്വയറിലേക്ക് നടക്കുമ്പോൾ കുതിരവണ്ടികളുടെ ബാഹുല്യമാണ്. നല്ല മിടുക്കന്മാർ കുതിരകളും നല്ല ഗംഭീര കുതിരവണ്ടികളുമാണ്. ഇതെല്ലാം കടന്ന് നമ്മൾ സ്ക്വയറിലേക്ക് ചെല്ലുകയാണ്. സ്ക്വയറിലേക്ക് കയറി ചെല്ലുമ്പോഴേ ആദ്യം കാണുന്നത് അവിടെ ഒരു ഭാഗത്ത് ചുവന്ന കുറേ കെട്ടിടങ്ങളാണ്. അതിലൊരു കെട്ടിടം പോസ്റ്റ് ഓഫീസാണ്, പഴയ പോസ്റ്റ് ഓഫീസ് മന്ദിരം. ഫ്രഞ്ചുകാർ പണിതായിരിക്കണം, ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള പോസ്റ്റ് ഓഫീസ് കെട്ടിടമാണ്. പുരാതനമായ ഇത്തരം കുറേ കെട്ടിടങ്ങൾ അതിരിടുന്ന ഒരു വലിയ മൈതാനം. അതിനകത്തേക്ക് ആളുകൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവിടെ കയറി ചെല്ലുമ്പോൾ പലവിധ കച്ചവടക്കാരാണ്. കച്ചവടം മാത്രമല്ല, പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പുകളിലുണ്ടായിരുന്ന മുച്ചീട്ട് കളി, കറക്കിക്കുത്ത്, പൈസ ഏറ്, എല്ലാ ഇടപാടുകളും ഉണ്ട് അവിടെ. സർവ്വതും നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയ പല കലാപരിപാടികളും ഇപ്പോൾ അവിടെ ചെല്ലാം. എന്തിനേറെ പാമ്പാട്ടികൾ പാമ്പുമായിട്ടിരിക്കും. മകുടി പോലത്തെ ഒരു സംഗീതോപകരണമുണ്ട്. 2 ആൾ ഉയരമുള്ള മനുഷ്യരൊക്കെ ഇതിലാണ് നടന്നു പോകുന്നത് കാണാം. ഈ 2 ആൾ ഉയരം എന്ന് പറഞ്ഞാൽ ഇവനൊരു പൊയ്ക്കാല് വെച്ചിട്ട് അതിൻ്റെ മേൽ കയറി നിന്നിട്ട് ആ കോല് പോലത്തെ കാല് മറയുന്ന പോലെ ഒരു പൈജാമയോ പാൻസോ ഇട്ടിട്ട് ഇവരിങ്ങനെ നടന്നു പോവുക. നടക്കണമെങ്കിൽ ഇച്ചിരി അഭ്യാസമാണ്. എങ്കിലും നമ്മൾ നോക്കുമ്പം ആൾക്കൂട്ടത്തിനിടയിലൂടെ 2 ആൾ പൊക്കത്തുള്ള ഒരാൾ നടന്നു പോകുന്നു. ഇങ്ങനെ കുറേ കലാകാരന്മാർ, രസകരമായ കാഴ്ചകളാണ് അവിടെ. നമ്മൾ ആദ്യ ദിവസം കാസാബ്ലാങ്കെ വന്നപ്പോൾ വിചിത്രമായ വേഷമൊക്കെ ധരിച്ച് പച്ചവെള്ളം വിൽക്കുന്ന ആളുകളെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അതേ കക്ഷികൾ ഇവിടെയുണ്ട്. അത് ഈ ബർബർ ഗോത്രക്കാരാണ്. ഇവർ പണ്ട് കാലത്ത് ഇത്തരം ചന്തകളിൽ, സ്ക്വയറുകളിലൊക്കെ ആളുകൾക്ക് വെള്ളം വിറ്റിരുന്ന ആളുകളാണ്. പിന്നെ ഭക്ഷണ വിഭവങ്ങൾ, ചെറിയ ചെറിയ സ്നാക്സ് വിൽക്കുന്ന ഒത്തിരി ചെറിയ ചെറിയ കടകളുണ്ട്. കടയല്ല, ചെറിയ ഉന്തുവണ്ടികളാണ്. അതിലൊരു അപ്പൂപ്പൻ സമൂസ വിൽക്കുന്നു. ഈ വെറുതെ പോയി ഒരാളുടെ വീഡിയോ എടുക്കാൻ ചിലർ സമ്മതിക്കില്ല. എന്നാൽ നമ്മൾ അവിടെ നിന്ന് ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ അവർ നമ്മളോട് സഹകരിക്കും. കാരണം അവർക്കും കച്ചവടം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ സുനീറിനോട് പറഞ്ഞു, നമുക്ക് ഓരോ സമോസ വാങ്ങിച്ചാലോ. അപ്പോൾ സുനീർ നല്ല ഐഡിയ, നല്ല വിശപ്പുണ്ടല്ലോ, കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഓരോ സമോസ വാങ്ങിച്ചു. സമോസ അദ്ദേഹം വിളമ്പിത്തരുന്നു. അതിൻ്റെ ഷോട്ടുകൾ എടുത്തു. അപ്പൂപ്പൻ്റെ ക്ലോസപ്പിൽ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്തി. അപ്പൂപ്പന് ഹാപ്പിയായി. അപ്പൂപ്പൻ്റെ പേര് അബ്ദുള്ള എന്നാണെന്ന് പറഞ്ഞു. അപ്പൂപ്പന് മക്കൾ ഉണ്ട്. കസാബ്ലാങ്കയിലാണ് പലരും ജോലി ചെയ്യുന്നത്, താമസിക്കുന്നത്. അപ്പൂപ്പനും അപ്പൂപ്പൻ്റെ ഭാര്യയും മാത്രമേ ഇവിടെയുള്ളൂ. മക്കൾ നല്ല നിലയിലൊക്കെ ആണെങ്കിലും അപ്പൂപ്പൻ ഈ ജോലി ചെയ്താണ് ഇപ്പോഴും ജീവിക്കുന്നത്. എത്രയോ പതിറ്റാണ്ടുകളായി ഈ സ്ക്വയറിലെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അപ്പൂപ്പനും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്ന് നിൽക്കുന്നതാണ്. ഇങ്ങനെ ഈ കഥകളെല്ലാം ഞങ്ങൾ അപ്പൂപ്പനോട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോഴത്തേക്കും ഓരോ സമോസയും കൂടെ കഴിക്കാവുന്നതായി. കാരണം നല്ല രുചിയാണ്. ഓരോന്നൂടെ കഴിച്ചു. വീണ്ടും നടപ്പ് തുടങ്ങി. അങ്ങനെ ചെല്ലുമ്പോൾ പാമ്പാട്ടികളുടെ ഒരു സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. കുറേ ആളുകൾ പാമ്പുകളുമായിട്ട് നിൽക്കുന്നു. അതിനു മുമ്പിൽ പെർഫോമേഴ്സ് ഉണ്ട്. ഒരു ബാൻഡ് സെറ്റ് പോലെയാണ്. പാമ്പാട്ടികൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിക്കൊണ്ടൊരു ടീമുണ്ടാവും. അവർ ഗംഭീരമായ മ്യൂസിക്കൽ പെർഫോമൻസ് നടത്തും. ഞാൻ വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ ഇവരുടെ പിൻഭാഗമാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ മുമ്പിലോട്ട് ചെല്ലുമ്പോഴും ഇവർ തിരിഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവർ ക്യാമറ കണ്ടിട്ട് തിരിഞ്ഞ് നിൽക്കുന്നതാണ്. നമ്മൾ ചെല്ലുമ്പോൾ ഇവർ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. പാമ്പിനെ കാണിക്കില്ല, ചെണ്ട കൊട്ടുന്നവർ നേരെ തിരിഞ്ഞിരിക്കുന്നു. ക്യാമറയോട് വലിയ താല്പര്യമില്ലാന്ന് മനസ്സിലായി. ഇതിലെ ഒരു പ്രധാനിയെ വിളിച്ചു. എന്നിട്ട് പുള്ളിക്ക് കുറച്ച് പൈസ കൊടുത്തു. പുള്ളിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് ഷൂട്ട് ചെയ്യണം, ഇതെടുക്കണം, അപ്പോൾ നിങ്ങളൊന്ന് സഹകരിക്കണം.
പൈസ കിട്ടിയതോടുകൂടി എല്ലാവരും നേരെ തിരിഞ്ഞു ക്യാമറയുടെ നേരെ. പിന്നെ ഒരു ഗംഭീര പെർഫോമൻസ് അങ്ങ് നടത്തി. ഈ സംഗീതം പശ്ചാത്തലത്തിൽ നടക്കുമ്പോഴും പാമ്പാട്ടികളുടെ അഭ്യാസങ്ങളെല്ലാം കാണിക്കും. അപ്പോൾ പൈസ കിട്ടിയ സന്തോഷത്തിൽ ഇവന്മാരെന്ത് ചെയ്തേ, ഇച്ചിരി എക്സ്ട്രാ കയ്യിൽ നിന്ന് ഇട്ടു. ഇവന്മാർ പാമ്പും കൊണ്ട് വന്ന് എൻ്റെ തോളത്തേക്കൊക്കെ ഇടാൻ തുടങ്ങി. എനിക്ക് ഈ ജീവിയേക്കാൾ പേടിയുള്ളൊരു സാധനം ഈ ഭൂമുഖത്തില്ല. ചത്ത പാമ്പിൻ്റെ അടുത്തൂടെ പോലും പോയാലത്ത ഒരാളാണ് ഞാൻ പറഞ്ഞു അത് വേണ്ട, ദയവേത് ഉപദ്രവിക്കരുത്. പിന്നെ അതുകൊണ്ട് ഈ സുനീറിൻ്റെ തോളത്തിടാനായി. സുനീറും പറഞ്ഞു ദയവേത് അത് വേണ്ട, നിങ്ങളുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. പാമ്പിനെ കൊണ്ട് സ്വന്തം നാക്കെ കടിപ്പിക്കാൻ ശ്രമിക്കുന്നു. പത്തി വിരിച്ച് നീക്കുന്ന മൂർഖൻ പാമ്പ്, കരിമൂർഖൻ, ഇങ്ങനെ സർവ്വതുമുണ്ട്. ഈ പാമ്പാട്ടിക്കളി ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആകപ്പാടെ കണ്ടിട്ടുള്ള ഈ മൊറോക്കോയിലാണ് കേട്ടോ. മൊറോക്കോയിൽ കുറേ പാമ്പാട്ടികളുണ്ട്. വേറൊരു ഭാഗത്ത് കുറച്ച് സ്ത്രീകളിരിപ്പുണ്ട്. ഇവരുടെ മുമ്പിൽ പെൺകുട്ടികൾ പോയി ഇരുന്ന് കൊടുക്കും. അവരുടെ കയ്യിൽ ഹെന്ന അല്ലെങ്കിൽ മൈലാഞ്ചി ഇടുന്ന ചടങ്ങാണ് നടക്കുന്നത്. ചടങ്ങല്ല, മൈലാഞ്ചി ഇട്ട് കൊടുക്കും. അപ്പോൾ അത് വളരെ കലാപരമായിട്ട് ഇട്ട് കൊടുക്കുന്നു. ഈ മൈതാനത്തിൻ്റെ നടുഭാഗം മുഴുവൻ ഇങ്ങനെ പലവിധ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെർഫോമൻസ് എന്തൊക്കെയോ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. എല്ലാം ഒന്നും നമുക്ക് പോയി കവർ ചെയ്യാൻ പോലും പറ്റിയില്ല, അത്രയുണ്ട്. അപ്പോഴത്തേക്കും സന്ധ്യയായി ഇരുട്ടി വരുമ്പോഴത്തേക്കും ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഇതിൽ വിദേശികൾ നല്ലൊരു ശതമാനം ഉണ്ടെങ്കിലും നാട്ടുകാരും വരുന്നുണ്ട്. ഒന്ന് ഓർക്കണം, ഇന്നൊരു സാധാരണ വർക്കിംഗ് ഡേ ആണ്, ചൊവ്വാഴ്ച മറ്റാണ് ഇന്ന്. വീണ്ടും നടക്കുമ്പോൾ ഒരു ഭാഗം മുഴുവൻ ജ്യൂസ് കടക്കാരുടെ ഏരിയയാണ്. മുഴുവൻ ജ്യൂസുകളാണ്. കടയല്ല, ഈ ചെറിയ താൽക്കാലിക കിയോസ്കുകൾ, ടെൻറ്റുകൾ പോലെ. ജ്യൂസ്, സ്മൂത്തി, ഷെയ്ക്ക് എന്ന് വേണ്ട ജ്യൂസും പാലും അങ്ങനെയുള്ള പല സാധനങ്ങളും മിക്സ് ചെയ്തുണ്ടാക്കുന്ന വിചിത്രങ്ങളായ പാനീയങ്ങൾ. വീണ്ടും നടന്ന വേറൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ പിന്നെ മൈതാനം തീരുവോളം ഒരു ഫുഡ് കോർട്ട് എന്ന് വേണേൽ പറയാവുന്ന പോലെയാണ്. ഫുഡ് കോർട്ടല്ല, ഇങ്ങനെ നിരയൊപ്പിച്ച് പല നിരകളായിട്ട് കടകൾ, റെസ്റ്റോറൻറ്റുകൾ, ചെറിയ റെസ്റ്റോറൻറ്റുകൾ, കിയോസ്കുകൾ പോലെ. നമ്മുടെ തട്ടുകടയുടെ കുറച്ചുകൂടെ വിപുലീകൃതമായ രൂപം. മനോഹരമായൊരു മൈതാനത്താണെന്ന് ഓർക്കണം. നല്ല ഡ്രൈ ആയി കിടക്കുന്ന, മാലിന്യലേശമില്ലാത്ത സുന്ദരമായൊരു മൈതാനത്താണ് ഇങ്ങനെ നിരയൊപ്പിച്ച് റെസ്റ്റോറൻറ്റുകൾ. ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വിൽക്കുന്ന സാധനങ്ങൾ നമ്മൾ അതിനകത്തേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ വളരെ ഗംഭീരമായ വശ്യമായ ഒരു ഗന്ധമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അറബി ഫുഡിൻ്റെയും മൊറോക്കൻ ഫുഡിൻ്റെയും ഒക്കെ കൂടെ ചേർന്ന മണം, അതുപോലെ തന്നെ മാംസവും മത്സ്യവും ഒക്കെ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ മണം, വിചിത്രങ്ങളായ പലവിധ മണങ്ങൾ. ഇവിടെയെല്ലാം ഈ പാചകം ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ മേശകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിന് ചുറ്റും ആളുകൾക്ക് ഇരിക്കാം. ഈ പാചകം ചെയ്യുന്നിടത്തുനിന്ന് അടുപ്പിൽ നിന്ന് തന്നെ ഇത് ഇവർക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നു. സായിപ്പുമാരും നാട്ടുകാരും ഒക്കെ ഇങ്ങനെ നിരന്നിരിക്കുക, ആണും പെണ്ണും കുട്ടികളുമൊക്കെ. ആളുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ, എങ്കിലും ഭയങ്കര സജീവമായി കഴിഞ്ഞു. അവിടെ ആട്, ബീഫ്, പിന്നെ പലതരം മത്സ്യങ്ങൾ, ഇങ്ങനെ പലവിധ വിഭവങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പലയിടത്തും ആടിൻ്റെ ഒരു തല വെച്ചിട്ടുണ്ടാവും. ആട്ടിൻ തല സൂപ്പ്, ആട്ടിൻ്റെ സൂപ്പുകൾ, അതൊക്കെ ഇങ്ങനെ വലിയ മൺകുടങ്ങളിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുക. അതിനകത്തുനിന്ന് വലിയ തവി കൊണ്ട് ഇങ്ങനെ കോരി വലിയൊരു കോപ്പയ്ക്കകത്ത് ഒഴിച്ചിങ്ങ് തരും. അതിൻ്റെ ആ സ്മെല്ലും അതിനകത്ത് ആവി പറക്കുന്നതൊക്കെ കാണുമുണ്ടല്ലോ. ഒന്നാമത് വിശന്നിരിക്കുന്ന ആൾക്കാരോടെയാണ് ഞങ്ങൾ. വൈകുന്നേരം നല്ല തണുപ്പായി കഴിഞ്ഞു. ഇത് കൂടെ 2 കോപ്പ സൂപ്പങ്ങ് കുടിക്കാനുള്ള ഒരു കൊതിയുണ്ട് നമുക്കുള്ളിൽ. അപ്പോൾ സുനീർ പറയുന്നുണ്ട്, വാ നടക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവുക. വേറെ ചില കടകളിൽ ചെറിയ മൺകുടങ്ങളുണ്ടല്ലോ, അതിനകത്താണ് ഈ ചില വിഭവങ്ങൾ വെച്ചിരിക്കുന്നത്. മാംസം ഇങ്ങനെ ഗ്രില്ല് ചെയ്തതോ അല്ലെങ്കിൽ മാംസം പുഴുങ്ങിയെടുത്തതോ ഒക്കെ സ്പൈസൊക്കെ ഇട്ട് ഉണ്ടാക്കിയ മാംസവും അരിയൊക്കെ കൂടെ ചേർന്ന സാധനം. നമ്മുടെ ചില റെസ്റ്റോറൻറ്റുകളിൽ മൺകുടങ്ങളിൽ ദം ബിരിയാണി തരില്ലേ എന്ന് പറഞ്ഞ പോലെ മൺകുടങ്ങളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അത് കുടമായിട്ട് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാം, അല്ലെങ്കിൽ ആ കുടം എടുത്ത് വാങ്ങി ഇവിടെ പ്ലേറ്റിൽ സെർവ് ചെയ്ത് കഴിക്കാം. വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യാം. അതിന് ഏതാണ്ട് ഒരു 150 ദിനാറോ മറ്റാണ് ഈ കുട ഉൾപ്പെടെ ഉള്ളതിന്. കുട ഇല്ലെങ്കിൽ 120 ദിനാറിന് കിട്ടും. ഓരോ കടയ്ക്കും ക്യാൻവാസ് ചെയ്യാൻ ആളുകളെ, ചെറുപ്പക്കാരെ നിർത്തിയിട്ടുണ്ട്, പിള്ളേരെ. ഇവർ ഈ ഈ പറഞ്ഞ ഈ മെനു കാർഡുമായിട്ട് വരും. കളർഫുള്ളായിട്ട് പ്രിൻ്റ് ചെയ്ത മെനു കാർഡാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കാണിക്കും, ഇത് കണ്ടില്ലേ, ഇത് ഗംഭീരമാണ്, ഇതിന് ഇത്രയേ ഉള്ളൂ വില, മറ്റേത് ഇതാണ്, ആ കടയിലെ കൊള്ളില്ല കേട്ടോ, ഇതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരിങ്ങനെ ഓരോ കടയുടെ മുമ്പിൽ നമ്മളിങ്ങനെ ക്യാൻവാസ് ചെയ്യുകയാണ്. മൺകുടങ്ങളിൽ വിൽക്കുന്ന സാധനം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കടക്കാരനെ പരിചയപ്പെട്ടു. അയാൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാം. അപ്പോൾ സുനീറും ഉണ്ട് കൂടെ. അത് പറഞ്ഞു ഇത് ടാഞ്ചിയാണ്. ഈ ടാഞ്ചിയ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആട്ടിറച്ചി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരുതരം സ്റ്റൂ ആണ്. അതായത് ചാറ്, കുറച്ച് വെള്ളം ഉണ്ടാവും, മാംസം അതിനകത്ത് കിടന്ന് ഇങ്ങനെ വെന്ത് അതിനകത്ത് സ്പൈസസ് ഒക്കെ ഉള്ളൊരു ചാറുണ്ടാവും. നമ്മുടെ അത്ര മസാലയുള്ളൊരു ചാറല്ല, എന്നാൽ ഒരു ഇറച്ചി വെള്ളം എന്ന് വേണേൽ പറയാം. ഭയങ്കര രുചിയാണ് അതിനൊരു മൂടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ട് അടച്ച് കെട്ടി വെച്ചിട്ടുണ്ടാവും. മാത്രമല്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒട്ടകത്തിൻ്റെ ഇതേ ടാഞ്ചിയ തന്നെയുണ്ട്. ടാഞ്ചിയ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഒട്ടക ഇറച്ചി കൊണ്ടുള്ള ടാഞ്ചിയുണ്ട്, ആട്ടിറച്ചി പോലെയുണ്ട്. അപ്പോൾ ഞാനിത് വളരെ കൗതുകപൂർവ്വം ഈ കഥയൊക്കെ കേട്ട് നിൽക്കുന്നു. അപ്പോൾ എനിക്ക് നല്ല കൊതിയുണ്ടെന്ന് സുനീറിന് മനസ്സിലായി. ഞാൻ സുനീറിനോട് ചോദിച്ചു, നമുക്ക് ഇവിടെ ഇരുന്ന് അങ്ങ് അത്താഴം കഴിച്ചാലോ?
ഇത്രയും വിഭവങ്ങളുള്ള ഇവിടെ നിന്ന് അത്താഴം കഴിക്കാതെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുന്ന ഹോട്ടലിൽ പോയി ഒരു ഉണക്ക അത്താഴം കഴിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഇവിടെയല്ലേ അത്താഴം കഴിക്കണ്ടേ? സുനീർ എന്ത് ചെയ്താൽ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായി ഇതെന്താ ഇയാൾക്ക് പറ്റിയത്. സാധാരണ ഭക്ഷണം കണ്ടാൽ എനിക്ക് മുമ്പേ ചാടി വീഴുന്നയാളാണ്. പുള്ളി ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനേ സമ്മതിക്കുന്നില്ല. അതെനിക്ക് ദുരൂഹമായി. ഒടുവിൽ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പുള്ളി ഈ ടാഞ്ചിയ ഒരു കുടം വാങ്ങി, നമുക്ക് അത്താഴം കഴിക്കാം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഇവിടുന്ന് കഴിച്ചാൽ പോരെ, അത് വേണ്ട, വേറെ കാര്യമുണ്ട്. സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ പിന്നെയും ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തി ഇങ്ങനെ നടക്കുകയാണ്. വേറൊരു ഭാഗത്ത് ചെല്ലുമ്പോൾ ഈ ഗാലറി പോലെ ഇങ്ങനെ ചില സാധനങ്ങൾ ഇങ്ങനെ ഭരണിക്കകത്തിട്ട് വെച്ചിരിക്കുന്നു. അതിൻ്റെ പുറകിലൊരു മനുഷ്യൻ നിൽക്കുന്നു. അയാളെ കണ്ട ഒരു ഫാർമസിസ്റ്റ്, യൂറോപ്പിലൊക്കെ ഉള്ള ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ഒരു നേഴ്സോ ഒക്കെ ആണെന്ന് തോന്നുന്നു. അതുപോലത്തെ ഒരു ഓവർകോട്ട്, വെള്ള ഓവർകോട്ടൊക്കെ ഇട്ട ആൾ നിൽക്കുന്നത്. താടിയൊക്കെ ഉണ്ട്, തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ ഹൃദ്യമായ ചിരിയോടെ സ്വീകരിക്കുന്നു. അദ്ദേഹം എന്നോട് വരാൻ പറഞ്ഞു, അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാനങ്ങ് ചെന്നു. ഞാൻ ചോദിച്ചു ഇതെന്താ സാധനം? അപ്പോൾ പുള്ളി ഇങ്ങനെ ചൂണ്ടിക്കാണി. പുള്ളിക്ക് ഇംഗ്ലീഷ് വലിയ നിശ്ചയമൊന്നുമില്ല. അപ്പോൾ ഓരോന്നും എടുത്ത് ഇങ്ങനെ തവി കൊണ്ട് ഇങ്ങനെ കോരി കാണിച്ചു. സംഭവം എന്താണെന്നറിയോ? പലതരത്തിലുള്ള ഒച്ചാണ്. ഒച്ചുകളുടെ വൈവിധ്യം നിറഞ്ഞ ഒരു കളക്ഷനാണ് മൂപ്പരുടെ കയ്യിലുള്ളത്. ഓരോ ഭരണിക്കകത്തും പല പ്രായത്തിലെ പല വലിപ്പത്തിലുള്ള ഒച്ചുകൾ. ഒച്ചു മാത്രമല്ല, പണ്ടൊക്കെ നാട്ടിൻപുറത്ത് ഈ പാടത്ത് കിട്ടുമായിരുന്ന ഞൗണിക്ക എന്നൊക്കെ പറഞ്ഞൊരു തരം പ്രത്യേക സാധനമുണ്ട്. ഒച്ചു പോലെയൊക്കെ തന്നെ ഇരിക്കും, വെള്ളത്തിൽ വളരുന്നൊരു സാധനം. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് സാധനം കോരിയെടുത്ത് നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം പുഴുങ്ങിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും മസാലപ്പൊടിയൊക്കെ ഇട്ട് ഒരു പ്ലേറ്റിനകത്താക്കി തരും. ഇദ്ദേഹം എനിക്ക് അതിനൊരു സാമ്പിൾ തന്നു. എന്നിട്ട് അതൊരു ഒരു 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 കൂർത്ത ഒരു ചെറിയൊരു കമ്പും കൂടെ തരും. അത് നമുക്കിങ്ങനെ കുത്തിയെടുത്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഈ മാംസം കിട്ടും. കഴിച്ചു. ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട് ഈ സാധനം. അന്ന് എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളതാണ്. പക്ഷേ ഇത്തവണ എനിക്ക് അതിൻ്റെ മസാലയുടെ പ്രത്യേകത കൊണ്ടായിരിക്കും ആ ടേസ്റ്റ് അത്രയും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ നന്ദിയൊക്കെ പറഞ്ഞു. പക്ഷേ പുള്ളി വളരെ ഹൃദ്യമാണ്. വാങ്ങണമെന്നൊന്നും നിർബന്ധമില്ല. നേരെ ഇരുട്ടുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ സ്ക്വയറിലേക്ക് ആളുകൾ വന്ന് നിറഞ്ഞു കഴിഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾ. ഈ സ്ക്വയറിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളിലെല്ലാം ലൈറ്റ് തെളിഞ്ഞു, ലൈറ്റപ്പ് ചെയ്തു. അതിമനോഹരമായൊരു ആംബിയൻസായി. ഭക്ഷണത്തിൻ്റെ ഗന്ധം, കലാകാരന്മാരുടെ സംഗീതം, ലൈറ്റ്, നല്ല തണുപ്പ്, അതിവിശാലമായ സ്ക്വയർ. വിശപ്പ് സഹിക്കാൻ വയ്യെന്നായിട്ടുണ്ട്. ഇനി ഇവിടെ പുതിയ കാഴ്ചകൾ അധികം ഇല്ലെന്നുമായി. തന്നെയല്ല, നമുക്ക് ആവശ്യമുള്ള ദൃശ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പോയാലോ എന്നായി. അപ്പോൾ ഇനി ഹോട്ടലിലേക്ക്, ഹോട്ടൽ വില്ല അമീറ. അപ്പോൾ ഗൂഗിള് ഇടാം. അപ്പോൾ സുനീർ പറഞ്ഞു നമുക്കേ ഹോട്ടലിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരിടത്ത് പോയി ഇത്തിരി ഭക്ഷണം കഴിച്ച് അത്താഴം കഴിച്ചിട്ട് പോയാലോ. ഞാൻ പറഞ്ഞു വേറെ എവിടെ? ഒരു സ്ഥലം പോയേക്കാം, നല്ല ഭക്ഷണമായിരിക്കുമോ? സുനീർ പറഞ്ഞു തരക്കേടുണ്ടാകാൻ വഴിയില്ല, മലയാളികൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള നല്ല ഫുഡാണ്. ശരി, എന്നാൽ അങ്ങോട്ട് പോയേക്കാം. അങ്ങനെ വണ്ടി പോകുന്നു. റെസിഡൻഷ്യൽ ഏരിയ പോലത്തെ ഒരു ഭാഗത്തേക്കാണ് ചെല്ലുന്നത്. കുറേ വില്ലകൾ. അതിലെ ബൊഗൈൻ വില്ല ഇങ്ങനെ പൂത്തൊലഞ്ഞ് കിടക്കുന്ന ഗേറ്റുള്ള ഒരു വില്ലയുടെ ഗേറ്റിന് മുമ്പിൽ കൊണ്ട് വണ്ടി നിർത്തി. ഒരാൾ വന്ന് ഗേറ്റ് തുറന്നു. വണ്ടി അകത്തേക്ക് കയറി ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ആളുകൾ ഈ വില്ലയ്ക്കകത്തു നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് മുഴുവൻ മലയാളികളാണ്. കുറേ മലയാളികൾ. സുനീർ പറഞ്ഞു ഇറങ്ങിക്കേ. ഞാൻ ഇറങ്ങി. എന്നിട്ട് സുനീർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇതേ എൻ്റെ ഉമ്മ താമസിക്കുന്ന വീടാണ്, ഞങ്ങളെല്ലാം ഒത്തുചേരുന്ന വീട്. ഇതെൻ്റെ ബന്ധുക്കളായി നിൽക്കുന്നതെല്ലാം. എൻ്റെ സഹോദരൻ്റെ മക്കൾ, സഹോദരൻ്റെ കുടുംബം, എൻ്റെ കസിൻസ് ഒക്കെ നിങ്ങളെ കാത്തിവർ നിൽക്കുകയായിരുന്നു കുറേ നേരമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ തിരക്കിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോഴത്തേക്ക് ഒരു കൊച്ചു പെൺകുട്ടി, സുനീറിൻ്റെ കസിൻ്റെ മകളാണ്, അവളൊരു ബൊക്കയൊക്കെ ആയിട്ട് എനിക്ക് വരുന്ന ഒരു ബൊക്കേതായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. കാത്തിരിക്കുകയാണ് കുറേയേറെ ആളുകൾ. സുനീറിനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. സുനീറിൻ്റെ ഉമ്മ എവിടെയുണ്ട്, ക്ഷീണിതയാണ്. കുറേ നേരം കഥകളൊക്കെ പറഞ്ഞു, വീട്ടുവിശേഷങ്ങൾ, നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് സുനീർ വന്ന് വിളിച്ചു, അത്താഴം കഴിക്കേണ്ട, എല്ലാവരും റെഡിയാണ്. അവൻ ഡൈനിങ് മുറിയിലേക്ക് എന്നെ നയിച്ചു. അവിടെ ചെല്ലുമ്പോൾ ഒരു വിശാലമായ മേശ. ആ മേശ നിറയെ തലശ്ശേരി വിഭവങ്ങൾ, 2-3 കൂട്ടം ബിരിയാണി, പത്തിരി, ചോറ്, മീൻകറി, എനിക്കറിയില്ല എന്തെല്ലാം ആണെന്ന്. അവിടുത്തെ ഒരു പ്രധാന കക്ഷി സുനീറിൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ്. അദ്ദേഹമാണ് ആദ്യമായി മൊറോക്കോയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അബൂബക്കർ എന്നാണ്. അക്കുന്ന് വിളിക്കും. ആ തലശ്ശേരി ആതിഥ്യത്തിൻ്റെ രുചി നുകർന്ന് രാത്രിയേറെ വൈകുവോളം ഞാൻ അവിടെ ഇരുന്നു. അത്താഴമൊക്കെ ഏതാണ്ട് അവസാനിപ്പിച്ചു. ഇനി ഹോട്ടലിലേക്ക് പോകേണ്ട നേരമായി. അപ്പോൾ സുനീർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു ചെറിയ മുറി ലോകസഞ്ചാരിക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞങ്ങളോട് ഇവിടെ കിടന്നാൽ പോരെ? ആ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് യാതൊരു സംശയം ഉണ്ടായില്ല. അന്ന് രാത്രി ആ തലശ്ശേരി കുടുംബത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒപ്പമാണ് ഞാൻ കിടന്നുറങ്ങിയത്. മലേഷ്യ
തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.